അപ്പോൾ ഇനി നമുക്ക് ഡെന്റലിൻ്റെ കാര്യം പറയാം. ഇവിടുത്തെ ഡെന്റൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി ഡോക്ടർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഡെന്റലിന് ഇല്ല. ഇല്ല, നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. നമുക്ക് കവറേജ് വേണം. പിന്നെ ഇപ്പോൾ ചില കേസിൽ ഇപ്പോൾ നമ്മുടെ ഇൻകം ലോ കാറ്റഗറി ആണെങ്കിൽ, ഇൻകം ഇപ്പോൾ കുറച്ച് പൈസ ശമ്പളം കിട്ടുന്ന ഒരു ഫാമിലി ഇൻകം നോക്കും, അത് ഒരു 90,000 താഴെയാണെങ്കിൽ മൊത്തം കമ്പൈൻഡ് ഫാമിലി ഇൻകം 90,000, ഇപ്പോൾ 90,000 ആണെന്ന് തോന്നുന്നു ഒരു കട്ട് ഓഫ് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഒണ്ടാരിയോ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്. ആ ഒരു എമൗണ്ടിൽ താഴെയാണെങ്കിൽ നമ്മുടെ ഒരുമാതിരി കുറേയൊക്കെ ഡെൻ്റൽ കവറേജ് പ്രൊവിൻസ് തന്നെ കവർ ചെയ്യുന്ന ഒരു ഫെസിലിറ്റി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതല്ല, നമുക്ക് കമ്പനി വക ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഡെൻ്റൽ ക്ലിനിക്കിൽ ചെല്ലുന്നു, കൺസൾട്ട് ചെയ്യുന്നു. ഇവിടെ യൂഷ്വലി എല്ലാം പ്രിവെൻറ്റീവ് ചെക്കപ്പ് എന്നുള്ള ഒരു മോഡാണ്. നാട്ടിൽ നമ്മൾ അങ്ങനെയല്ലല്ലോ, ഒരു പ്രശ്നം വരുമ്പോൾ നാട്ടിൽ നമ്മൾ പല്ല് വേദന വന്നാൽ മാത്രമല്ലേ അങ്ങോട്ട് പോകത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു പല്ല് പറിക്കാൻ അങ്ങനെ എന്തെങ്കിലും പോകത്തുള്ളൂ. അതെ, ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡെൻ്റൽ ഡോക്ടറെ അടുത്ത് ചെന്നു, അവർ നമ്മുടെ പരിശോധനകളെല്ലാം നടത്തി നമ്മുടെ പല്ലിൻ്റെ പ്രശ്നങ്ങളെല്ലാം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി പ്രിവെൻറ്റീവ് ചെക്കപ്പ് എന്നുള്ള രീതിയിലാണ്. പിന്നെ ആസ് യൂഷ്വൽ എക്സ്പെൻസീവ് ആണ്, പല്ലെ തൊട്ടാൽ നല്ല പൈസയാണ്. ക്ലീനിങ് മസ്റ്റ് അല്ലേ? വർഷത്തിൽ 2 പ്രാവശ്യം മിനിമം. പിന്നെ എന്തെങ്കിലും അസുഖമുള്ളവർ, അതായത് ഷുഗറോ അങ്ങനെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒക്കെ ഉള്ളവർ കൂടുതൽ ചെയ്യണം. 3 or 4 ഒക്കെ അവർ റെക്കമെൻഡ് ചെയ്യും. പിന്നെ ഇവിടുത്തെ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നാട്ടിലെ പോലെ സർഫസ് ലെവലിലുള്ള ക്ലീനിങ് അല്ല, ഡീപ്പ് ക്ലീനിങ്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ മിനിമം എക്സ്റേ എടുക്കും. നമ്മുടെ പല്ലിന് എന്തെങ്കിലും കേടോ പോടോ അങ്ങനെ എല്ലാം കവർ ചെയ്യും. വളരെ നല്ല കാര്യം. അതായത് പല്ല് ഒരെണ്ണം എന്തെങ്കിലും ഡാമേജ് ആവാനിരിക്കുകയാണെങ്കിൽ അത് പോവാതെ കുറച്ചാളുടെ പിടിച്ചു നിർത്തും. അതെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നാട്ടില് ഡെന്റലിന് കവറേജ് ഇല്ല. എനിക്ക് തോന്നുന്നു ഏതൊക്കെ ഇൻഷുറൻസ് കമ്പനി ഇപ്പൊ കൊടുക്കുന്നുണ്ടോ നമുക്ക് അറിയില്ല. എന്തായാലും ഇവിടെ ഡെന്റൽ ഫുൾ കവേർഡ് ആണ്. അപ്പോൾ ഈ നമ്മൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കും. കാരണം നമ്മുടെ പല്ലിനുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് കിട്ടും. അതാണ് ഡെന്റലിന്റെ ഒരു ആസ്പെക്ട് ഇവിടുത്തെ. പിന്നെ വിഷന്റെ കാര്യം കൂടെ. വിഷൻ ഞാൻ പറഞ്ഞല്ലോ, വിഷനും ഇവിടെ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ എക്സ്പെൻസീവ് അല്ലാത്തൊന്നുമില്ല, എല്ലാം എക്സ്പെൻസീവാ. അതെ, 2 വർഷം കൂടുമ്പോൾ നമുക്ക് കണ്ണിൻ്റെ ചെക്കപ്പ് നടത്തും. അപ്പോൾ കുട്ടികളാണെങ്കിൽ, ചെറിയ പ്രായമുള്ള പിള്ളേരാണെങ്കിൽ അവർക്ക് വർഷത്തിൽ 1 പ്രാവശ്യം ചെക്കപ്പ് ചെയ്യാനുള്ള സ്പെക്സിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് ഇൻഷുറൻസിൽ 2 വർഷത്തിൽ ഒരിക്കൽ നമുക്ക് ക്ലെയിം ചെയ്യാം. അതായത് എല്ലാ 2 വർഷവും നമുക്ക് ഓരോ കണ്ണാടി വാങ്ങിക്കാം. അതെ. പിന്നെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് കൂളിംഗ് ഗ്ലാസ്, പവേർഡ് കൂളിംഗ് ഗ്ലാസ് വാങ്ങിക്കാം. മനസ്സിലായോ? അങ്ങനെ ഒരു ഇതും കൂടെ, അതും കവേർഡാണ്. അപ്പോൾ 2 വർഷം കൂടുമ്പോൾ ഒരിക്കൽ വേണമെങ്കിൽ നമുക്ക് പവറുള്ള നോർമൽ ഗ്ലാസ് വാങ്ങിക്കാം. 2ാമത്തെ പ്രാവശ്യം വാങ്ങിക്കുമ്പോൾ നമുക്ക് അത് 2 വർഷം കഴിഞ്ഞിട്ട് അടുത്ത ക്ലെയിമിന് വേണമെങ്കിൽ കൂളിംഗ് ഗ്ലാസ് വിത്ത് പവർ വാങ്ങിക്കാം. അത് പ്രിസ്ക്രിപ്ഷൻ ഗ്ലാസ് എന്ന് തന്നെയാണ് പറയുന്നത്, പ്രിസ്ക്രിപ്ഷൻ കൂളിംഗ് ഗ്ലാസ്. അങ്ങനെയാണ് വിഷന്റെ കാര്യം ഇവിടെ. വിഷന്റെ ക്ലെയിം പ്രോസസ്സ് ഇതുവരെ ഞാൻ കണ്ടിടത്തോളം വളരെ ഈസിയാണ്. ഡെന്റലും ഓക്കെയാണ്. നമ്മൾ സാധാരണ ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലെയിം നടത്തുന്ന സ്ഥലങ്ങളിലാണല്ലോ പോകുന്നത്. 2 രീതിയിൽ നമ്മളതിന്റെ പുറകെ നടക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇത് രണ്ടും നല്ലതാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളോട് കമന്റിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാം. അല്ലേ? പിന്നെ ഇത് മാത്രമല്ല, ഇപ്പോൾ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന, വെൽബീയിങ് എന്നൊക്കെ പറയുന്ന കുറേ കവറേജസ് ഉണ്ട് നമുക്ക് പ്രൈവറ്റ് ഇൻഷുറൻസിൽ. വർഷം ഒരാൾക്ക് $5,000 വരെ, ഡോളർ വരെ കവർ ചെയ്യുന്ന നമുക്ക് ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയി നമുക്ക് കൗൺസിലിങ്ങിന് പോവാം. അതെല്ലാം കവേർഡാണ്. അങ്ങനെ ഒത്തിരി നമ്മളതിന്റെ അറ്റത്ത് നിൽക്കുന്നേ ഉള്ളൂ. ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് നമ്മൾ ചെയ്ത കാര്യമാണ് നമ്മൾ പറയുന്നത്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ നമ്മളോട് പറയട്ടെ, നമുക്കത് കേൾക്കാം.